ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാം സ്ഥാനത്ത്. അത് കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിക്കുമ്പോഴേക്കും എന്തൊരു ആശ്വാസമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മുഖത്ത്. പക്ഷെ ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല എന്നുള്ളത് കേന്ദ്രത്തിന് പറഞ്ഞു കൊടുക്കണം, സംസ്ഥാന ഗവൺമെന്റിനും പറഞ്ഞു കൊടുക്കണം. അതാണല്ലോ ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്ത് എത്തി എന്ന് പറയേണ്ടത്? ഏകജാലക സംവിധാനത്തിലൂടെ ആപ്ലിക്കേഷൻ കൊടുത്താൽ ഉടനെ തന്നെ അനുമതി, ഒരു വ്യവസായം തുടങ്ങാനുള്ള അനുമതി. ഇങ്ങനെയാണ് ബ്രൂവറിക്ക് അനുവാദം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ വ്യവസായം തുടങ്ങി 3 വർഷത്തിനകം രജിസ്ട്രേഷൻ എടുത്താൽ മതി അത്രേ. ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? കാരണം അതിന് പരിസ്ഥിതി പഠനം വേണം. അതായത് ആ നിയമം അവിടെ നിന്നോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു പഠനം കൊണ്ടുവരുന്ന, അതായത് ഈ ബ്രൂവറി, ഇവിടെ വരാൻ പോകുന്ന ബ്രൂവറിക്കാര് നേരത്തെ തന്നെ അവരുടെ സഹകരണത്തോടു കൂടിയോ അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കോ എങ്ങനെയാണെങ്കിലും പരിസ്ഥിതിയെ ആഘാതപ്പെടുത്തുമോ, ഇവിടുത്തെ ജല ലഭ്യതയെ അത് സ്വാധീനിക്കുമോ, ഇത്തരം കാര്യങ്ങളെ പറ്റി എല്ലാം പഠനം നടത്തണം. എന്നിട്ട് ആ റിപ്പോർട്ടുകളെല്ലാം കൊണ്ടാണ് പഞ്ചായത്തിന് മുൻപിലോ ഗവൺമെന്റിന് മുൻപിലോ ഒക്കെ ഏകജാലക സംവിധാനത്തിന് വേണ്ടി ആപ്ലിക്കേഷനുമായിട്ട് വരേണ്ടത്. അതായത് 3 വർഷം കഴിഞ്ഞ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ആ എല്ലാ സർട്ടിഫിക്കറ്റും, അതായത് ഇങ്ങനെയുള്ള പരിസ്ഥിതി പഠനം പോലെ അത്യാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ടുവേണം ഏകജാലക സംവിധാനത്തിലൂടെ പെർമിഷൻ മേടിക്കാനായിട്ട് വരാൻ. അല്ലാതെ ഒരു കമ്പനി വന്ന് തുടങ്ങി ഒരുപാട് മുതൽ മുടക്കി എല്ലാം കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ പഞ്ചായത്ത് പറയുക, ഇവിടെ ഞങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന പദ്ധതിയാണ്, ഈ പദ്ധതി ഇവിടെ നടത്തില്ല, കൊണ്ടുപോടോ എന്ന് പറയാൻ പറ്റുമോ? അപ്പോഴേക്കും അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തി കഴിഞ്ഞു. അപ്പൊ എന്താണ് ഏകജാലക സംവിധാനത്തിന്റെ പാളിച്ച എന്ന് നമുക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് അത്യാവശ്യം നടത്തേണ്ട എല്ലാ പഠനങ്ങളും നടത്തിയിട്ട് വേണം രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിക്കുന്ന ഏകജാലക സംവിധാനത്തിലൂടെ. അങ്ങനെ അതെല്ലാം കണ്ടു ബോധ്യപ്പെട്ടിട്ടാണ് ഏകജാലക സംവിധാനത്തിലൂടെ ലെറ്റ് ദം വർക്ക്, അവർ വർക്ക് തുടങ്ങിക്കോട്ടെ, അവരുടെ കമ്പനി തുടങ്ങിക്കോട്ടെ എന്ന് ഒരു ഗവൺമെന്റിന് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ തുടങ്ങി സാവകാശമായിട്ട് അതിന്റെ മറ്റെല്ലാ ഡീറ്റെയിൽസുമായിട്ട് 3 വർഷം കൊണ്ട് അതൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിയുമ്പോഴേക്കും അതിന്റെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങൾ. അല്ലാതെ അതായത് പണ്ട് അത് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ എനിക്ക് ചിരി വരികയാണ്. ഞാൻ MA-ക്കൊക്കെ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. 248 ദിവസമൊക്കെ വേണമായിരുന്നു ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്. അതായത് 3-4 ദിവസമല്ല, 248, ഒരു വർഷത്തിലേറെ, ഒരു വർഷമല്ല, പല കമ്പനികളും പല വർഷങ്ങളെടുത്ത് അവസാനം നടക്കാതെ പോയിട്ടുണ്ട് രജിസ്ട്രേഷൻ കിട്ടാതെ. 248 ദിവസമായിരുന്നു മിനിമം ഒരു കമ്പനിക്ക് രജിസ്ട്രേഷന് വേണ്ടിയിരുന്നത് 1990-കൾക്ക് മുൻപ്. അപ്പോഴാണ് നമ്മൾ 90-ല് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ താമസം വന്നിരുന്നു ഒരു ഘട്ടത്തില്. അത് തീർച്ചയായിട്ടും നമ്മുടെ വ്യവസായവൽക്കരണത്തെ കൊന്നുകളയും. അതുകൊണ്ടാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് 1991-ൽ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ ഒരു വലിയ കാലതാമസത്തിൽ നിന്ന് മാറി നമ്മൾ പെട്ടെന്ന് വ്യവസായവൽക്കരണം ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നു എന്ന് കരുതി അത്യാവശ്യം നടത്തേണ്ട പഠനങ്ങൾ ഒന്നും നടത്താതെ തന്നെ വ്യവസായം ഏത് അണ്ടനും അടകോടനും കൊണ്ടുവന്ന് തുടങ്ങാം എന്ന തീരുമാനം, ആ തീരുമാനത്തിന് എന്ത് ബാലിശമായ പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഇതിനെതിരെ ഈ കമ്പനി, കൊക്കക്കോള കമ്പനിക്കെതിരെ പാലക്കാട്ടുകാരും പെരുമാട്ടിക്കാരും മറ്റു പരിസ്ഥിതി പ്രവർത്തകരും എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ തന്നെ പ്രവർത്തിച്ച് ഈ കമ്പനി തുടങ്ങാതിരിക്കാനും അവർ കാരണമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.